കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ലാസ്റ്റ് പറഞ്ഞു വന്നത് നമ്മൾ ഇന്നലെ എടുത്ത സെറ്റ് ഐറ്റംസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കാരണം പലർക്കും അത് വന്ന് കാണാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ചോദിക്കുന്നു. അപ്പോൾ ഓൾറെഡി കുറേ സാധനങ്ങൾ പോയി നമ്മുടെ അടുത്ത് നിന്ന്. ഇനി ഉള്ളത് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇനി ഇതുപോലത്തെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് അവർ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് തന്നാൽ മതി. ഞാൻ ആ സെയിം സാധനം നിങ്ങൾക്ക് എത്തിച്ചു വരുന്നതായിരിക്കും. ഇത് എക്സ്ട്രാ ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ്. എല്ലാ സെറ്റ് മുണ്ടുകളാണ് കേട്ടോ. സെറ്റ് സാരികൾ വളരെ കുറച്ച് മാത്രമാണ് എനിക്ക് ഇനി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുവരാമെന്നല്ലാതെ കൊണ്ട് ഇത് എന്താ പറയുക, സാധാരണ സെറ്റ് മുണ്ടിനേക്കാളും എക്സ്ട്രാ ലെങ്ത് ഉണ്ട്. ഇതെപ്പോഴും 2.80 ഇതിൻ്റെ ലെങ്ത്ത്. 2.5 ഓൾറെഡി കിട്ടുന്നത്, പക്ഷേ 2.80. ഇന്നത്തെ എല്ലാ സെറ്റുകളും ഈ അതേ ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മറ്റൊരു ബ്ലാക്ക് ലവേഴ്സിൻ്റെ ഒരു സെറ്റ് മുണ്ടാണ് ഇത്. എന്താ പറയുക, നല്ല കറുത്ത കരയാണ്. കറുത്ത കരയിൽ ആ സിൽവർ ബോർഡർ വരുമ്പോൾ വല്ലാത്തൊരു ഭംഗിയുള്ളത്. ഗോൾഡൻ ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ സിൽവർ എന്നുള്ളത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സെറ്റുമുണ്ട്. ഇത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക് പറ്റില്ല എന്നുള്ളതല്ല അതിനകത്താക്കുന്നത്. കുറച്ചുകൂടി നമ്മൾ പ്രായമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലൈറ്റ് കളറായിട്ടുള്ള ഒരു ഗോൾഡൻ ലൈറ്റ് വയലറ്റ് കളറിലുള്ള കോമ്പിനേഷനുള്ള ഒരു സെറ്റുമുണ്ട്. ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയാനൊന്നുമില്ല, സാധാരണ ഒരു സെറ്റുമുണ്ട്. ഈ പ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു വെൻറ്റേർലി വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ള ഒരു സെറ്റുമുണ്ടാണ് അടുത്ത് കാണിക്കുന്നത്. അതിനകത്ത് നമ്മളുടെ ടിഷ്യൂവിൻ്റെ ഓൾറെഡി കുറേ ടിഷ്യൂവിൻ്റെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഓർഡർ പറഞ്ഞിട്ടുള്ള ടിഷ്യൂവിൻ്റെ സെറ്റ് മുണ്ടുകളായിരുന്നു. അതൊക്കെ ഓൾറെഡി പോയിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കാതെ വെച്ചിരുന്ന ഒരു ടിഷ്യൂവിൻ്റെ ഒരു സെറ്റുമുണ്ട്. അതിനകത്തൊരു എന്താ പറയുക, പൂക്കളും എന്താ പറയുക, ഇതെന്താ നമ്മുടെ തുമ്പപ്പൂവ് മഞ്ഞപ്പൂവ് ഒക്കെ വെച്ചിട്ടുള്ള ഓണത്തിൻ്റെ ഒരു ഭംഗിയോട് ചേർന്നിട്ടുള്ള ഒരു സെറ്റുമുണ്ടാണത്. അതിനകത്ത് ടിഷ്യൂവിൻ്റെയാണ് കേട്ടോ. എൻ്റെ നല്ല സിൽക്കി ടൈപ്പുള്ള ടിഷ്യൂവിൻ്റെ സെറ്റുമുണ്ട്. അതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള ഒരു പച്ച കയ്യിൽ വർക്ക് വെച്ചിട്ടുള്ള ഒരു ബ്ലൗസും കൂടെ ചേർന്നിട്ടുള്ള ഒരു സെറ്റുമുണ്ട്. ഭയങ്കര എന്താ പറയുക, അട്രാക്റ്റീവ് ആയിട്ടുള്ള, കാരണം ബോർഡർലെസ്, ഇതിനകത്ത് ബോർഡറൊന്നും ഇല്ല, അല്ലാതെയുള്ള ടൈപ്പുള്ള ഒരു സെറ്റുമുണ്ട്. ഇതിനകത്ത് ഈ സാധാരണ നമ്മൾ സെറ്റുമുണ്ട് എന്ന് നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ തോന്നുന്ന ഒരു സെറ്റുമുണ്ട്. കാരണം നമ്മളെപ്പോഴും സെറ്റുമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഓടിയെത്തുന്ന ഇങ്ങനത്തെ തരത്തിലുള്ള സെറ്റുമുണ്ട്. കാരണം ആക്ച്വലി പഴയ കാലം തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നല്ല അത്യാവശ്യം നല്ല വലിയ ബോർഡറുള്ള ടൈപ്പ്, നല്ല ഭംഗിയുള്ള മെറൂൺ കളർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റാണ്. ബ്ലാക്ക് മെറൂൺ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു സെറ്റുമുണ്ട്. ഇതിൻ്റെയും ലെങ്ത്ത് 2.80 തന്നെയാണ്. അതെ, നമ്മൾ ആദ്യത്തെ ഇതിന് മുമ്പ് എടുത്ത പോലത്തെ സെറ്റുമുണ്ട് പോലത്തെ തന്നെയുള്ള വേറൊരു ടൈപ്പുള്ള ഗ്രീൻ കളറിൻ്റെ. ഈ ഗ്രീനും മെറൂണും കോഫി കളറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ എന്ന് പറഞ്ഞാൽ മറ്റേ ഡാർക്ക് ഗ്രീൻ അല്ല, ലൈറ്റ് ഗ്രീൻ, നമ്മുടെ ഇലകളുടെയൊക്കെ പച്ചയുടെ ഒരു ടൈപ്പുള്ള ഒരു സെറ്റ്. അത് എന്താ പറയുക, അതിൻ്റെ ലെങ്ത്ത് സെയിം തന്നെയാണ്. ഇതും അതുപോലെ തന്നെ സാധാരണ നമ്മളുടെ ഡെയിലി യൂസിന് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം അമ്പലത്തിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഉണ്ടാകാൻ പറ്റുന്ന, നമ്മളുടെ ഉണ്ടായിരിക്കേണ്ട കളറുകൾപ്പെട്ട ഒരു ഭംഗിയുള്ളൊരു സെറ്റുമുണ്ട്. ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി യൂസിനും അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇങ്ങനത്തെ സെറ്റുകൾ എനിക്ക് തോന്നുന്നു കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. സെയിമിൻ്റെ ലെങ്ത്തും കൂടുതൽ തന്നെയാണ് കേട്ടോ, നല്ല നീളവും വീതിയുമുള്ള സെറ്റ് തന്നെയാണ്. അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് സെയിം, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അത്. ഇങ്ങനത്തെ ബോർഡറാണ് ഇപ്പോൾ കൂടുതൽ, നല്ല വീതിയുള്ളതാണ്. സ്വർണ്ണക്കരയോ സിൽവർ കരയോ ഒന്നും ഇല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ കഴുകിയാലും വേറെ തരത്തിലുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള മെറ്റീരിയലാണ്. ആയതുകൊണ്ടാവാം എനിക്ക് മാക്സിമം പോകുന്നൊരു മെറ്റീരിയലാണിത്. ഓൾറെഡി കുറേ പോയിട്ടുണ്ട്. അതിനകത്ത് ബാലൻസ് എനിക്ക് തോന്നിയത് 2 കളറാണ്. ഒന്ന് ഡാർക്കും ഇത് ലൈറ്റ് കളറും. അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയുള്ള കോമ്പിനേഷനിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സെറ്റുമുണ്ട്. ഇതിൽ വേറൊരു തരത്തിലുള്ളത്, കാരണം സാധാരണ സെറ്റിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. ഇതിനകത്ത് മൊത്തം ഇതിൻ്റെ ബോഡി മുഴുവൻ ഇതുപോലത്തെ പാറ്റേൺ ആണുള്ളത്. ഇതുപോലത്തെ വരയോട് കൂടിയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു ഗോൾഡൻ ബ്രൗൺ കോമ്പിനേഷനിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സെറ്റുമുണ്ട്. അതും സെറ്റുമുണ്ടാണ്. അതും ഈ പറഞ്ഞ പോലെ നല്ല ലെങ്ത്ത് 2.80 ഇതിൻ്റെ ലെങ്ത്ത്. ഇതതുപോലെ തന്നെ വളരെ വെറൈറ്റി കളറായിട്ടുള്ള ഒരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള ഒരു
സെറ്റുമുണ്ട്. അതിനകത്തും എന്താ പറയുക, സൈഡിൽ തേരും എല്ലാം ആ ഒരു ഇതിനകത്ത് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ കുത്തമ്പള്ളിയുടെ സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് നല്ല നീളവും വീതിയും സാധാരണ സെറ്റുമുണ്ട് കിട്ടുന്നേക്കാൾ കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് എപ്പോഴും കുത്തമ്പള്ളിയിൽ നമുക്ക് കിട്ടാറുള്ളത്. ഇപ്പോൾ സാധാരണ നമ്മളുടെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും. പ്രായമാവുന്നവർക്കാണെങ്കിലും ചെറുപ്പക്കാർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെറ്റുമുണ്ട്. ഇത് അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള, എൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ചുവപ്പും റെഡും അതിന് ചെറിയൊരു ആഷ് കളറും ഉണ്ട് അതിൻ്റെ ചേർന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ പീക്കോക്കിൻ്റെ ചെറിയൊരു വർക്കും ഒരു ചെറിയൊരു പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ നല്ല നീളവും വീതിയും. ഈ സെറ്റുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീളവും വീതിയും ഉള്ള സെറ്റുമുണ്ടായിരിക്കും ഇപ്പോൾ അതിനകത്ത് എല്ലാം തരുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു സെറ്റുമുണ്ടാണ് കേട്ടോ. അപ്പോൾ അത് സിൽവർ ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക, കളം ചെക്ക് പോലത്തെ സിൽവർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ചെയ്തെടുത്തിട്ടുള്ള, ഇതെല്ലാം ഓഫ് വൈറ്റ് ആണ്, പ്യുവർ വൈറ്റ് അല്ല, ഇതെല്ലാം ഓഫ് വൈറ്റിൽ സെറ്റുമുണ്ടിൻ്റെ അതേ രീതിയിലുള്ളതാണ്. ഇതിൻ്റെ ലെങ്ത്തും 2.80 തന്നെയാണ്. അതൊരു സാധാരണ സെറ്റ് മുണ്ടുകൾ ഉടുക്കുന്നതിനേക്കാളും കുറച്ച് ഒരു വ്യത്യസ്തമായിട്ടൊക്കെ ഉടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സിൽവർ തന്നെയുള്ള ഒരു ഐറ്റമാണ്. അതിനകത്ത് ആ ഒരു സിൽവർ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, ഗ്രീൻ ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഇതിനകത്ത് ഇതിൻ്റെ ബോഡിയിൽ ഇതുപോലെ നമ്മുടെ പല്ലു വരണവിടത്തൊക്കെ ഇതുപോലെ നല്ല സിൽവർ വരകളോട് കൂടിയിട്ടുള്ള ഗ്രീൻ കളറിൻ്റെ ഒരു സെറ്റ്. ഇതും എനിക്ക് തോന്നുന്നു അധികം കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ ആയിരിക്കാം. എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഉടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ തരത്തിലുള്ള ഒരു സെറ്റുമുണ്ട്.